ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാണാം. അതിലൊരു പാറ്റേൺ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ. നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ നല്ല ഫുള്ളി ഇതേപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ബോർഡർ ഇതേപോലെ ചെറിയൊരു ചെറിയുടെ പോലെ ഒരു ബോർഡറും ഉണ്ട്. 4 സൈഡ് ഇതേപോലെ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ തന്നെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഈ നെക്കിലോട്ട് കൊടുത്തേക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. അപ്പൊ അതും ഞാൻ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ടുതരാം. ഇപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സെക്കൻഡ് കളർ വന്നിട്ട് അൺസ്റ്റിച്ചഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് 2235 ആണ്. അൺസ്റ്റിച്ചഡ് വരുമ്പോൾ ഇതുപോലെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കേട്ടോ. ഈ കൊടുത്തേക്കുന്നത് എല്ലാം ഹാൻഡ് വർക്ക് ആയിട്ടുള്ള പേൾസ് കൊണ്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന കളറ് സെക്കൻഡ് ആണ്. ഇപ്പൊ ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെയാണ്. ബോട്ടം വന്നിട്ട് നല്ല ഇതുപോലെ ഒരു സാൻഡൂൺ ആ ഒരു ഇതിൽ വരുന്ന ബോട്ടമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോട്ടം മെറ്റീരിയൽ. അതുപോലെ ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെ ഈ ഒരു ഞാനിപ്പോൾ വേറെ ഇതേക്കുന്ന ടൈപ്പ് തന്നെ ഇതേപോലെ ഉണ്ടാവും. കണ്ടോ, ഇതാണ് സെക്കൻഡ് കളർ വരുന്നത്. ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തേക്കുന്നത്. തേർഡ് വന്നിട്ട് ഇതേപോലെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. ഇതിൻ്റെ വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫ്രഞ്ച് നോട്ട് പോലെ സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. പേഴ്സും കൂടെ. ഇതിൻ്റെ പ്രിന്റ് വന്നിട്ട് ഇതേപോലെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ഈ ലാവൻഡർ ഷെയ്ഡിൻ്റെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ്. ലാവൻഡർ ഷെയ്ഡ് വരുന്നത്. താഴോട്ട് ചെറിയൊരു ലേസ് പാറ്റേൺ. ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത്. എങ്ങനെയുണ്ടാവും സെയിം തന്നെ കളറ്. ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ. ഇതാണ് ദുപ്പട്ട. നല്ല എന്താ പറയാ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഇതേപോലത്തെ ഡിസൈൻസ് ആണ്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും പറഞ്ഞാൽ മതി. അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും. അതുപോലെ തന്നെ പേൾസ് വർക്ക് വന്നിട്ട് നെറ്റ് കോട്ടയിൽ ഇതേപോലെ പേൾസിന്റെ വർക്ക് വന്നിട്ട് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതാണ് ഇതുപോലെ ഉണ്ടാവും. ഇത് ശരിക്കും ലൈറ്റ് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ ഈ ഒരു യെല്ലോ ടോൺ വരുന്ന ഇതേപോലെ. ദുപ്പട്ട വന്നിട്ട് സെയിം ഇതിപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്ന ടൈപ്പ് തന്നെ ഇതേപോലെ ഉണ്ടാവും. കണ്ടോ, ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇതുപോലെ. ഓക്കെ, പിന്നെ വന്നിട്ട് അടുത്തത് ഇതൊരു എന്താ പറയുക ബ്ലൂടെ തന്നെ വേറൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ യോക്ക് മെറ്റീരിയൽ യോക്ക് വർക്ക് ഇതേപോലെ ഉണ്ടാവും. ബാക്ക് സൈഡ് വർക്ക് ഈ ഒരു ടൈപ്പ് ആയിരിക്കും. ഇത് ഫുള്ളി വർക്ക് ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് 2235 ആണ്. അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന് വരുന്നത് കോസ്റ്റ് വരുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ഈ ഒരു കളർ. നല്ല കളേഴ്സാണ് കേട്ടോ. നമ്മളിതിപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടം നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് അടുത്ത കളർ വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഈ ഒരു ടോണിലേക്ക് വരും. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റ് കളർ വരുന്ന ഇതാണ്. ഇതുപോലെ ഒരു പീച്ച് ഷെയ്ഡ്. ഇതിൻ്റെയും ഹാൻഡ് വർക്ക് കാണിച്ചു തരാം. വർക്ക് ഇതേപോലെ വരും. ബാക്ക് സൈഡിലെ വർക്ക് ഇതിൻ്റെ ഇതേപോലെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇത് കണ്ടോ, ഇതേപോലെയാണ്. ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ദുപ്പട്ട ഇതാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു പീച്ചിന്റെ തന്നെ ഡാർക്ക് ഒരു ഷെയ്ഡ് വരുന്ന ബോട്ടം വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണമെങ്കിലും പറഞ്ഞാൽ മതി, സ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി. അപ്പം ഈ ഒരു കാണിച്ച ഇതിന്റെ ഒരു ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ട് വരുന്ന. ഇതിലും സെയിം തന്നെ ഫാബ്രിക് ആണ്. ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ നല്ല കണ്ടോ ഭംഗിയിൽ 4 സൈഡ് ഇതുപോലെ ബോർഡർ ആയിട്ട് ഈ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒരു സിൽവറിന്റെ ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ട്. നല്ല വിട്ടും ലെങ്ത് ഒക്കെ ഉള്ള ബോട്ടം വന്നിട്ട് ലാവൻഡർ കളറിലോട്ട്. യോക്കിലെ ഡിസൈൻ ഞാൻ എല്ലാത്തിനെയും ക്ലോസ് ആയിട്ട് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വിത്തിൻ 2 ഡേയ്സ് ഡെസ്പാച്ച് ചെയ്തായിരിക്കും. അൺസ്റ്റിച്ച്ഡ് കേട്ടോ. ഓക്കെ.